കോഴിക്കോട് വിലങ്ങാട് ദുരന്തമുണ്ടായി ഒരു വർഷം പിന്നിടുമ്പോഴും മാത്യു മാഷിന്റെ വിയോഗത്തിൽ വേദന മാറാതെ നാട്ടുകാർക്ക് വേണ്ടി സ്വന്തം ജീവിതം നൽകിയ മാഷിനെ ഓർമ്മിക്കാതെ ഇവരുടെ ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ല. സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ അത് കാണാൻ മാഷിന് കഴിഞ്ഞില്ല എന്ന സങ്കടം കൂടി ഇവർക്കുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്ന മുഖം കെ.എ. മാത്യു എന്ന അധ്യാപകന്റേതാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനിടെ സ്വയം രക്ഷപ്പെടാൻ പറ്റാതെ പോയ നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും പ്രിയപ്പെട്ട മത്തായി മാഷ്. കുമ്പളച്ചോല ഗവൺമെന്റ് LP സ്കൂളിലെ റിട്ടയർഡ് ഹെഡ്മാസ്റ്ററായ കുളത്തിങ്കൽ കെ.എ. മാത്യു നാട്ടുകാർക്കെന്നും ഒരു സഹായിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജൂലൈ 29 രാത്രി 11:30 വിലങ്ങാട് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ തന്നെ പ്രദേശവാസികൾ സുരക്ഷിതരാണോ എന്നറിയാൻ മാഷ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഉരുൾപൊട്ടിയിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് വീടുകളിൽ നിന്നും പുറത്തിറങ്ങണമെന്നും മറ്റുള്ളവർക്ക് അറിയിപ്പ് കൊടുത്തുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മാഷിനെ സമീപത്തെ കടയ്ക്കുള്ളിൽ നിന്നാണ് ഉരുൾ കവർന്നെടുത്തത്. പിന്നീട് 2 ദിവസത്തിനു ശേഷമാണ് മൃതദേഹം കണ്ടെടുക്കാനായത്. മാത്യു മാഷിന്റെ പുതുതായി നിർമ്മിച്ച വീട് കാണുമ്പോൾ സ്വന്തമായൊരു വീടെന്ന ആഗ്രഹം ബാക്കി വെച്ച് പോയ മാഷിനെ ഇവർ ഓർക്കുകയാണ്. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് അദ്ദേഹത്തെ ഉരുൾ തട്ടിക്കൊണ്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഇപ്പം നമ്മൾ ഉള്ളത്. അയാൾക്കൊരു റിട്ടയർഡായതിനു ശേഷം അയാൾക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പുതിയ വീട് വെക്കുക, അതിൽ താമസിക്കുക എന്നുള്ളത്. ഏതായാലും ദൈവത്തിൻ്റെ ഇടപെടൽ മുഖാന്തരം ഇവിടെ പണി നടന്നുകൊണ്ടിരുന്ന വാർപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഇവിടുന്ന് പോകേണ്ടതായിട്ട് വന്നു. സാമൂഹ്യ സേവനം പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ലെന്നും അത് സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കണമെന്നും കാണിച്ചു നൽകിയ മാഷ് എന്നും മറ്റുള്ളവർക്കൊരു മാതൃകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.